വ്യക്തികൾ എങ്ങനെ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നു, അതെങ്ങനെ റീറ്റെയിൻ ചെയ്യുന്നു എന്നതൊക്കെയാണ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിനെ ബാധിക്കുന്ന ന്യൂറോളജിക്കൽ കണ്ടീഷനാണ് ലേണിംഗ് ഡിസബിലിറ്റി. പലതരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ട്. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ, വിഷ്വൽ പ്രോസസ്സിംഗ് ഡിസോർഡർ, നോൺ വെർബൽ ലേണിംഗ് ഡിസബിലിറ്റി. കുട്ടികളിൽ നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? എഫേർട്ട് ഇടുന്നുണ്ട്, എന്നിട്ടും പഠനത്തിലൊക്കെ ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. മന്ദഗതിയിലുള്ള വായന, എഴുതിയ വാചകങ്ങൾ വായിച്ച് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിമുട്ട്, ഗസ് റീഡിംഗിൽ അക്ഷരത്തെറ്റുകൾ, അക്ഷരങ്ങൾ മാറിപ്പോവുക, ക്രമരഹിതമായ കൈയക്ഷരങ്ങൾ, സ്പേസ് ഇല്ലായ്മ, കൂട്ടല്, കുറക്കല്, അങ്ങനെയൊക്കെയുള്ള ക്രിയകൾ ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഈ കാര്യത്തിൽ സാധാരണയായി നമ്മുടെ പേരൻസും ടീച്ചേഴ്സൊക്കെ പറഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട്. പഠിക്കുന്ന കാര്യത്തിൽ മാത്രമാണ് ഇവൻ ഇത്തരം ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നത്, ബാക്കി എല്ലാ കാര്യത്തിലും ആളും ഉഷാറാണ് എന്ന രീതിയിലാണ് നമ്മൾ പലപ്പോഴും കമൻസ് കേട്ടുകൊണ്ടിരിക്കുന്നത്.